हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 8-ാമത്തെയും 9-ാമത്തെ ശ്ലോകം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഒരുമിച്ച് ചൊല്ലണം. കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. 9-ാമത്തെ പ്രലപൻ വിസൃജൻ ഗൃഹൺ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. താനൊന്നും ചെയ്വതായതോന്ന തത്വജ്ഞൻ യുക്തനൊട്ടുമേ ദർശനം ശ്രവണം സ്പർശം സ്വാപഘ്രാണങ്ങൾ ഭക്ഷണം. 9-ാമത്തെ ഗമനം ശ്വസനം വാക്കും ലാഭാലാഭം നിമേഷവും അതാതിന്ദ്രിയവർഗത്തിൽ ഹിതമെന്നു ധരിക്കയാൽ. പരമ ദിവ്യമായിട്ട് സർവാത്മഭാവം സിദ്ധിച്ച ഒരു മഹാത്മാവ് കർമ്മം ചെയ്യുന്നത് ഏത് മനോഭാവത്തോടെ ആയിരിക്കും എന്ന് വിശദീകരിക്കുകയാണ് 8-ാമത്തെയും 9-ാമത്തെ ശ്ലോകത്തിൽ. യുക്തഃ തത്വവിദ്, യോഗിയായ തത്വജ്ഞാനി, പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ. കിഞ്ചിത് അഹം കിഞ്ചിത് ന കരോമി ഇതി ഏവ മന്യതേ. അതായത് യോഗിയായ തത്വജ്ഞാനി പശ്യൻ ശൃണ്വൻ സ്പൃശൻ, കാണുമ്പോഴും എന്തെങ്കിലും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും, ജിഘ്രൻ അശ്നൻ ഗച്ഛൻ, ഗന്ധം മണക്കുമ്പോഴും, അശ്നൻ ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും, സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും, ഉന്മിഷൻ നിമിഷൻ അഭി കണ്ണ് മിഴിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും, ഇവ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. പരമാത്മാവായിട്ടുള്ള ഞാനാണ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ എന്ന വ്യക്തിയല്ല ചെയ്യുന്നത് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ചെയ്യുന്ന ഓരോന്നും വിവരിക്കുകയാണ്. അത് ചെയ്യുമ്പോൾ നമ്മളല്ല ചെയ്യുന്നത്, അതിങ്ങനെ ഇന്ദ്രിയങ്ങൾ ചെയ്യുകയാണ്. അത് എന്നെ ബാധിക്കയില്ല എന്ന രീതിയിലാണ് ഈ മഹാത്മാക്കൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമുക്കെപ്പോഴും പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും കർമ്മം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ചെയ്യുന്ന കാണുക കേൾക്കുക എന്നുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാനാണ് ചെയ്യുന്നത് എന്ന തോന്നൽ, അതിനാണ് കർത്തൃത്വാഭിമാനം എന്ന് പറയുന്നത്. അതുണ്ടാവില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നേ ഇല്ലേ ശ്വസിക്കുന്നുണ്ട് എന്ന്. അതേപോലെ ഏത് കാര്യങ്ങൾ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ സംഭരിച്ച ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാനല്ല ഒന്നും ചെയ്യുന്നത്. നൈവ കിഞ്ചിത് കരോമി, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഒരു ജ്ഞാനി ചിന്തിക്കുന്നത്. അത് പറഞ്ഞ അർത്ഥം അയാൾ സ്വപ്നലോകത്തിൽ നടക്കുക എന്നല്ല. അല്ല, ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ സ്വപ്നലോകത്ത് ഇങ്ങനെ നടക്കുക എന്നാൽ ഒറ്റയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. ഇവർക്ക് എല്ലാം നന്നായിട്ടറിയാം, ജീവിത വ്യാപാരങ്ങളെല്ലാം തന്നെ നന്നായിട്ടറിയാം. പക്ഷേ ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവം ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്നുള്ളത് ശരീരമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം ശരീരം പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയും എന്ന് നമുക്ക് തോന്നും.
ഇതൊഴിവാക്കാനാണല്ലോ ആദ്യത്തെ ദശകമല്ല, ആദ്യത്തെ ചാപ്റ്റർ മുതൽക്കേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം കളയണം. അപ്പോൾ ആത്മാവാണ് താൻ എന്ന യാഥാർത്ഥ്യം ജ്ഞാനികൾക്കറിയാം. അവർ ഈ ഇന്ദ്രിയാദികളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ഒരു സാക്ഷി പോലെ വെറുതെ വീക്ഷിക്കുന്ന ഒരാൾ അങ്ങനെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇന്ദ്രിയങ്ങൾ അവരുടെ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണു. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു സംശയം വരും. അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മളെപ്പോലെയുള്ള ലൗകികന്മാരുണ്ടല്ലോ, കർമ്മയോഗികൾ, മറ്റേത് കർമ്മസന്യാസികളാണ്, ഇത് കർമ്മയോഗികളുണ്ടല്ലോ. അപ്പോൾ അവരുടെ മനോഭാവം എന്തായിരിക്കും? അവരെന്ത് ചെയ്യും? മറ്റവർക്ക് കുറച്ചും കൂടെ ഉയർന്ന നിലയിലെത്തിയതുകൊണ്ട് ജ്ഞാനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും, നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മണി ആധായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസ. ബ്രഹ്മത്തിലർപ്പണം ചെയ്തു സംഘം വിട്ടൊട്ടു ചെയ്യുകിൽ പത്മപത്രജലം പോലെ ജീവനേൽക്കില്ല പാപവും. യഹ കർമാണി ബ്രഹ്മണി ആധായ, ആരാണോ കർമ്മങ്ങളൊക്കെയും ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നത്, സംഘം ത്യക്ത്വാ കരോതി സഹ, സംഘം വെടിഞ്ഞ് ചെയ്യുന്നത്, അവർ അംഭസ പത്മപത്രം ഇവ പാപേന ന ലിപ്യതേ, വെള്ളത്താൽ താമരയില നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം നമുക്ക് വരാവുന്നതാണ്. അവിടെ ഭഗവാൻ തന്നെ പറഞ്ഞത്, തത്വബോധം അത്രയ്ക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു കർമ്മയോഗിയുടെ മനോഭാവം, കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള മനോഭാവം എന്തായിരിക്കുന്നു. നേരത്തെ ശ്ലോകം 2 ഒരു തത്വജ്ഞാനി കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം എങ്ങനെയാണ് ആ കാര്യങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞു. കാരണം അത് ഞാനല്ല ചെയ്യുന്നത് എന്ന ബോധം അവർക്ക് ഉണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണ ലൗകികന്മാർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് മനോഭാവമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദ്യം വരാം, ഒരു സംശയം നമുക്ക് വരാം. അതിനുത്തരമായിട്ട് പറയാണ്, എല്ലാം സർവം ബ്രഹ്മാർപ്പണമായിട്ട് സംഘം വെടിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുള്ള ഒരു ചിന്ത വെടിഞ്ഞ് എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു. ഇത് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്താൽ, വെള്ളത്തിലാണല്ലോ താമര നിൽക്കുന്നത്, ചളിക്കുണ്ടിൽ അല്ലെങ്കിൽ ചളിവെള്ളത്തിലാണ് താമര വളരുന്നത്. ഇനി ആ താമരയുടെ ഇതളിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ആ ഇല നനയ്ക്കപ്പെടുന്നില്ല. അതായത് താമര ഇല ഒരിക്കലും നനയില്ല, അതിങ്ങനെ മുത്തുപോലെ ഓടിച്ചാടി നടന്ന് വീണുപോകും. അതുപോലെ തന്നെ ഈ കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ യോഗി പോലെ, അതായത് യോഗിയാണ് കർമ്മസന്യാസം സ്വീകരിച്ച തത്വജ്ഞാനികളെ പോലെ തന്നെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു മനസ്സ് എവിടെയുണ്ടോ അവിടെ അപ്പോൾ നമുക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു നിസ്സംഗത നമുക്ക് കൈവരിക്കാൻ ഒട്ടും പറ്റില്ല. അപ്പോൾ ഒന്നിൽ ബന്ധം വിടണം എന്നല്ലേ, നമ്മളോട് കർമ്മത്തിൽ നിന്നൊക്കെ ബന്ധം വിടണം എന്നാണ് പറഞ്ഞ് ഉപദേശിച്ചു തരുന്നത്. അങ്ങനെ ബന്ധം വിടുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമായിട്ട് ചേരണം, എന്നാലേ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുള്ളൂ. അത് നിസ്സംഗത എന്നൊരു സ്റ്റെപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീത്ത വസ്തുക്കളിൽ നിന്നും നമ്മളെ വിടണമെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന്, ലൗകിക കർമ്മങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണമെങ്കിൽ നമ്മളൊരു സദ്വസ്തുമായിട്ട് ചേരണം. അതായത് നല്ല വസ്തുക്കൾ എന്തെങ്കിലും നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞല്ലോ, നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് വെറുതെ വിഡ്ഢിത്തരമാണ്, നമ്മുടെ സമയം കളയാനുള്ള ഉപാധികളാണ്. പക്ഷേ നമ്മളെങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴും പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവൃത്തിയിലേക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് വിടണമെങ്കിൽ നമ്മൾക്ക്
നമുക്ക് ശാന്തി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് ഒരു അടുപ്പം വേണം. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായിട്ട്, ഇത് ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്, ഇതെല്ലാം രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. എന്നാലും ഒന്നും കൂടെ പറയാണ് എങ്ങനെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. അപ്പോൾ സംഘം ഉപേക്ഷിക്കാൻ പറ്റാത്തവർ ഉപേക്ഷിക്കണ്ട, പക്ഷേ അത് കർമ്മം എന്നുള്ള, അതായത് അതിനോടുള്ള ബന്ധം മാറ്റിയിട്ട് അത് ഈശ്വരന് വേണ്ടിയിട്ട് ചെയ്യുക. ആ ബന്ധം നമ്മൾ കൊടുക്കേണ്ടത് ഈശ്വരനാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും മറ്റ് കർമ്മ സന്യാസിമാരെ പോലെ തന്നെ താതാത്മ്യം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്തൃത്വാഭിമാനം അവിടെ വിടുകയാണ്. അതായത് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇല്ല, ഈശ്വരനിൽ അർപ്പിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ അഹന്ത നീങ്ങും. അഹന്ത നീങ്ങുമ്പോൾ, ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് എയർ നീങ്ങുമ്പോൾ അവിടേക്ക് എയർ വരുന്ന പോലെ അല്ലേ, വായു ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ വേറെ സ്ഥലത്തു നിന്നുള്ള വായു അവിടേക്ക് പ്രവഹിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലെ അഹന്തയെല്ലാം നീങ്ങിയിട്ട് അവിടെ വാക്വമായിട്ട് വരുമ്പോഴേക്കും അവിടെ എന്ത് വരും? ഈശ്വരൻ്റെ ഒരു അനുഭൂതി വരും. അപ്പം നമ്മൾക്കൊരു സന്തോഷം വരും, എല്ലാ കാര്യങ്ങൾക്കും ഒരു സന്തോഷം വരും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമാണ് അവിടെ അഹന്ത ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നില്ല, ആരാണ് ചെയ്യുന്നത്? ഈശ്വരനാണ് ചെയ്യുന്നത്. ആ ചിന്ത ഉറപ്പിക്കുക. അപ്പം നമുക്ക് തന്നെ ഒരു എപ്പോഴും ഈശ്വരന് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും. ഈശ്വരൻ ഞാനെന്ന ശരീരമാകുന്ന ഉപകരണത്തിലൂടെ എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആത്മാനുഭൂതി അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഒരു ആനന്ദം കൈവരും. അതാണ് താമരയിലയോട് ഉപമിക്കാൻ കാരണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, താമരയിലയിൽ വെള്ളം വീഴുന്നുണ്ട്, പക്ഷേ ആ വെള്ളവും ഇലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തുളുമ്പി പോവുകയാണ് അല്ലെങ്കിൽ ഓടിപ്പോവുകയാണ്, ഇലയിൽ നിന്ന് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷയങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഭൗതിക ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും നമ്മൾ സംഘം വിട്ടാണ് ചെയ്യുന്നത്, ഒന്നിനോടും ബന്ധമില്ലാതെയാണ് ചെയ്യുന്നത്, ഈശ്വരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇഷ്ടങ്ങളുണ്ടാവില്ല, അനിഷ്ടങ്ങളുണ്ടാവില്ല, ധർമ്മം അധർമ്മം, ശുഭം അശുഭം അങ്ങനെയുള്ള ഒരു ചിന്തകളും ഉണ്ടാവില്ല. എല്ലാറ്റിനും അതീതനായിട്ട് നമുക്ക് വർത്തിക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലല്ലോ, ഈശ്വരന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഈശ്വരൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ അതൊരു യജ്ഞമായിട്ട് മാറും. അപ്പോൾ കർമ്മയോഗമായിട്ട് മാറും. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ വളരെ വിജയകരമായിട്ട് എല്ലാതരം ശസ്ത്രക്രിയകളും ചെയ്യുന്ന ഒരു ഡോക്ടറായിരിക്കും ചിലപ്പോൾ. പക്ഷേ സ്വന്തം വീട്ടിലെ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ മകനോ മകൾക്കോ ഭാര്യയ്ക്കോ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ പറയുമ്പോൾ അത്ര തന്നെ ധൈര്യം കാണിക്കില്ല. പക്ഷേ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറായിരിക്കും, എല്ലാവർക്കും എല്ലാം വിജയകരമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും. നമ്മളുടെ സ്വന്തം വീട്ടിലെ ഒരു കാര്യം വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വേണോ ഞാൻ ചെയ്യണോ എന്ന് പേടിച്ച് മറ്റുള്ള ഡോക്ടർമാരെ ഏൽപ്പിക്കും. പക്ഷേ ഇതേ ശസ്ത്രക്രിയ തന്നെ നാളെ വേറൊരാൾ ചെയ്യണമെങ്കിൽ അവിടെ ഡോക്ടർ ചെയ്തു എന്നും വരും. കാരണം എന്താണ്? അവിടെ ബന്ധം വന്നു അല്ലേ. ഇപ്പം എൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരല്ലേ, എൻ്റെ അച്ഛനല്ലേ, അമ്മയല്ലേ, എൻ്റെ ബന്ധുക്കളല്ലേ എന്നുള്ള ഒരു ചിന്ത അവിടെ വരും. ആ സംഘമാണ് നമ്മൾ വിടണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം വിട്ട് ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ശക്തിയും കഴിവും മഹത്തായ എന്തോ ഒരു അനുഭൂതി നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രകടമാവാൻ തുടങ്ങും. അങ്ങനെ കർമ്മം ചെയ്യൂ അർജുന എന്ന് ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അടുത്ത ദിവസം വായിക്കാം. 10 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം 11ാമത്തെ വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.